ഡേറ്റാ ചോർച്ചയിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പുതിയ ആരോപണം ഉന്നയിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലുള്ളവരുടെ വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ വിവരങ്ങൾ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഉത്തരവിന്റെ പകർപ്പ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി പ്രവർത്തിക്കുന്ന ശ്രീറാം സാംബശിവ റാവു അതിഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 070226 OSD/01 എന്ന നമ്പറിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു കത്ത് ഞാൻ ഇന്ന് പുറത്തുവിടുകയാണ്. ഇതോടുകൂടി കേരളത്തിലെ സാധാരണ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി യാതൊരു മുൻകരുതലുമില്ലാതെ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവുവാണ് ഡേറ്റാ ചോർച്ചയ്ക്ക് പിന്നിലെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. വ്യക്തിവിവരങ്ങൾ ചോർത്തി തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആർ ശ്രീത്തും ചേരുന്നുണ്ട്. ആദ്യം ലാലിലേക്ക് പോകുന്നു. ലാൽ, രമേശ് ചെന്നിത്തല ഈ ഡേറ്റാ ചോർച്ച, അതിലെ തെരഞ്ഞെടുപ്പിന്റെ ദുരുപയോഗം എന്നതിനപ്പുറം 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ വിവരങ്ങൾ ഈ സൈബർ തട്ടിപ്പ് മേഖലയിലേക്ക് യഥേഷ്ടം പോകുന്നു എന്ന അതിഗുരുതര ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന് അടിത്തറ അദ്ദേഹം പറഞ്ഞത് എന്താണ് ലാൽ? അതായത് സാംബശിവറാവുവിൻ്റെ പേരിൽ ആണ് ആരോപണത്തിന് പ്രധാനം പറയുന്നത്. അതായത് മുഖ്യമന്ത്രി ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇതിന് പ്രധാന കാര്യമായി പറയുന്നത് നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിൽ അവരുടെ പേഴ്സണൽ നമ്പറുകളിലേക്ക് സന്ദേശം എത്തിയിരുന്നു. ഇത് വലിയ രീതിയിൽ ഹൈക്കോടതിയിലടക്കം കേസാവുകയും ഹൈക്കോടതിയെ വിമർശിക്കുകയും നിർത്തി ചെയ്തതാണ്. പക്ഷേ അതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഡേറ്റ സാമൂഹിക സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളുടെ നമ്പറുകളാണ് ഇത്തരത്തിൽ വ്യാപകമായി ചോർത്തി എന്നുള്ള കാര്യം പറയുന്നത്. നമ്പർ മാത്രമല്ല, ഇവരെ മുഴുവൻ ഡേറ്റകളും ചോർത്തി അതൊരു പ്രൈവറ്റ് ഏജൻസിക്ക് കൈമാറി അത്തരത്തിലൂടെ വലിയൊരു സ്വകാര്യതാ ലംഘനം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല മുന്നിട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ബിസിനസ് അക്കൗണ്ടിൽ നിന്ന് പല വാട്സപ്പ് നമ്പറുകളിലേക്കും സന്ദേശങ്ങൾ എത്തുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് എത്തുന്നത്. പക്ഷേ ഇതിൻ്റെ മറവിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഡേറ്റ ശോഷണമാണ്. ആ ഡേറ്റ മോഷ്ടിച്ച് മറ്റുള്ളൊരു ഏജൻസി കൊടുക്കുമ്പോൾ ഇവരുടെ വ്യക്തിഗത വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അവർ മറ്റൊരു ഏജൻസിയുടെ കയ്യിലേക്ക് എത്തുന്നത് ഏതെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന കാര്യം പോലും അറിയില്ല. അത്തരത്തിൽ എത്ര പേരുടെ ഡേറ്റ കൃത്യമായി ചോർന്നിട്ടുണ്ട് എന്ന കാര്യം പോലും അറിയാൻ കഴിയുന്നില്ല. അതായത് സംസ്ഥാനത്തുള്ള ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റൊരു ഏജൻസിക്ക് മറിച്ചു വിറ്റുകൊണ്ട് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മറുപടി പറയണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ 7-ാം തീയതിയിൽ തന്നെ സാംബശിവറാവു കൃത്യമായ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നു എന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാംബശിവറാവുവിൻ്റെ പേരിൽ തന്നെയുള്ളൊരു കത്തും പുറത്തുവിട്ടുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ ആരോപണത്തിന് ആക്കം കൂട്ടുന്നത്. എന്താണെങ്കിലും നേരത്തെ ഉണ്ടായ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടി പുറത്തുവിടുമെന്ന കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. യെസ്, ലാൽകൃഷ്ണയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഒപ്പം ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഒപ്പം ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ആ സ്പ്രിംഗ്ലറിന്റെ കാലമാണ്. ആ ഡാറ്റ ചോർച്ച തന്നെ സമാനമായ ഒരു വിഷയം, അതുപോലെ ഗൗരവമുള്ളൊരു വിഷയം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിനും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്മിത, സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകിയപ്പോൾ സർക്കാർ ജീവനക്കാരുടെ എല്ലാ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം വന്നിരുന്നു. ഇത്തരമൊരു DA കുടിശ്ശിക നൽകി, ഇനി കുടിശ്ശിക നൽകാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്ന് ശേഖരിച്ച വ്യക്തിഗത വിവരങ്ങളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഉപയോഗിച്ചതെന്നായിരുന്നു ആരോപണം. അതാണിപ്പോൾ ഹൈക്കോടതിയിൽ കേസായി മാറിയിരിക്കുന്ന കാര്യം. ഇന്നും ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ അത്ര തന്നെ ഗുരുതരമായ മറ്റൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഡേറ്റ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഡേറ്റ ചോർച്ചയുടെ മുഖ്യ ഉറവിടം മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവറാവുമാണ് എന്ന കാര്യമാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതി ഇത്തരത്തിൽ സാംബശിവറാവുവിൻ്റെ ഇടപെടൽ തെളിയിക്കുന്ന ഒരു കത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ കാര്യവും ആ കത്തും ഇന്ന് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നു. അതായത് സർക്കാർ പുതുതായി ആരംഭിച്ചിരിക്കുന്ന സ്ത്രീ സുരക്ഷാ
പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 35 ലക്ഷം അപേക്ഷകരുണ്ട്. അതായത് 35 വയസ്സിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്ന സ്കീമിനാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് സർക്കാർ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ മലയൻ കീഴിൽ വെച്ച് നടക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിന് ഉദ്ഘാടകൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ അപ്പടി സ്വകാര്യ ഏജൻസിക്ക് ചോർത്തിക്കൊടുത്തു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപം. നേരത്തെ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഡേറ്റകൾ കൈമാറുന്നുവെന്ന ആരോപണം പോലെ ഗൗരവം അർഹിക്കുന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകൾ 35 വയസ്സിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടിയാണ്. മാർക്കറ്റിംഗ് ഈ വിപണിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രചരണത്തിനും മറ്റും ഉപയോഗിക്കാവുന്ന ഡേറ്റയാണ്. അപ്പോൾ അമൂല്യമായ വലിയ വിലയുള്ള വിവരമാണ് ഈ ഡേറ്റ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഡേറ്റ സ്വകാര്യ ഏജൻസികളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എത്ര കണ്ട് സ്വകാര്യതയുടെ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സ്വകാര്യ ഏജൻസിയെ സർക്കാർ സമീപിക്കാൻ കാരണം ഇത്രയധികം ആളുകൾക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കാനും മറ്റുമുള്ള സംവിധാനം സർക്കാരിനില്ല. അതുകൊണ്ടാണ് സ്വകാര്യ ഏജൻസിയുടെ സഹായം തേടിയത്. നേരത്തെ കോവിഡ് കാലത്തും സമാനമായ രീതിയിൽ സ്വകാര്യ ഏജൻസി മെസ്സേജ് അയക്കുന്നതിന് മറ്റുമായി സ്വകാര്യ ഏജൻസിയുടെ സഹായം തേടിയിരുന്നു. എന്നാൽ ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കെ വലിയ വിവാദമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.